അള്ളാഹുവിന്റെ പൊരുത്തം, അവന്റെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി സ്വന്തം ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും താല്പര്യങ്ങളും ത്യജിക്കുന്ന രീതി, അതാണ് സത്യവിശ്വാസിയുടെ രീതി. മാതൃകാ പുരുഷന്മാരായ അമ്പിയാക്കളും ഔലിയാക്കളുമൊക്കെ പരീക്ഷണങ്ങളിൽ പൂർണ്ണമായി വിജയിക്കുകയും സ്വർഗത്തിന്റെ അവകാശികളായി തീരുകയും ചെയ്തു. ഖുർആനിൽ നിന്ന് ഉദ്ധരിച്ച് യൂസുഫ് ഖിസ്സ നിങ്ങൾ കേട്ടല്ലോ, അതിന്റെ പ്രധാന ഭാഗം ഇവിടെ പറഞ്ഞല്ലോ. മഹാനായ ആ പ്രവാചകന് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ പരീക്ഷണം എന്തായിരുന്നു? ചരിത്രം നേരെ അങ്ങ് വായിച്ചു പോവുകയോ കേട്ടുപോവുകയോ ചെയ്താൽ പോരാ, അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് വായിച്ചു നോക്കണം. ആ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്ന് ഗ്രഹിക്കാൻ സാധിക്കുന്നത്, ആ പ്രവാചകന്റെ മുമ്പാകെ അള്ളാഹു കൊടുത്ത ആ പ്രവാചകനെ അള്ളാഹു പരീക്ഷിച്ചത് സൗന്ദര്യം കൊടുത്തുകൊണ്ടായിരുന്നു. ചിലരെ അള്ളാഹു ധനം കൊടുത്ത് മുതലാളിമാരാക്കിയിട്ട് പരീക്ഷിക്കും. ചിലരെ അള്ളാഹു രോഗങ്ങളും കഷ്ടപ്പാടുകളും കൊടുത്ത് പരീക്ഷിക്കും. ചിലർക്ക് അള്ളാഹു ഒഴിവ് സമയവും ആരോഗ്യവും കൊടുത്ത് പരീക്ഷിക്കും. ഒരു പരീക്ഷണമായിരുന്നു സൗന്ദര്യം കൊടുത്തുള്ള പരീക്ഷണം. നമ്മൾ കേട്ടിട്ടുണ്ട് ആ പ്രവാചകന്റെ സൗന്ദര്യത്തെ കുറിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നിട്ടുമുണ്ട് യൂസുഫ് നബി അലൈഹിസലാമിന്റെ സൗന്ദര്യം. എങ്ങനെ നബി കണ്ടോ? പ്രവാചകരുടെ ആയിരക്കണക്കിന് വർഷം മുമ്പ് വഫാത്തായി പോയ, ജീവിച്ച് മരിച്ചുപോയ ആ പ്രവാചകന്റെ സൗന്ദര്യം എങ്ങനെ നബി കണ്ടു? കണ്ണാലെ കണ്ടു, നേരെ കണ്ടു. എപ്പോൾ കണ്ടു? സ്വഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസുണ്ട്. മിഅ്റാജ് അനുഭവത്തിലുണ്ടായ അനുഭവങ്ങളൊക്കെ സ്വഹാബത്തുമായി പങ്കുവച്ചു. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, 7 ആകാശങ്ങൾ വിട്ടുകടന്നു. ഓരോ ആകാശങ്ങളിലും ഓരോ അനുഭവങ്ങൾ. ലമ്മാ അറജ ബി ഇലസ്സമാഇ സാലിസ, ജിബ്രീൽ അലൈഹിസ്സലാം എന്നെയും കൊണ്ട് 3-ാമത്തെ ആകാശത്തിലേക്ക് കേറിപ്പോയപ്പോ, ആ ആകാശ കവാടത്തിങ്കലെത്തിയപ്പോ ചോദ്യം വന്നു. പാറാവുകാരായ മലക്കുകളുടെ ചോദ്യം. ആരാണ്? ജിബ്രീൽ. വമൻ മഅക്, ആരാണ് കൂടെ? അന്ത്യപ്രവാചകൻ മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാതിൽ തുറക്കപ്പെട്ടു. 3-ാം ആകാശത്തിലെ വാതിൽ തുറക്കപ്പെട്ടപ്പോൾ ഫഇദാ അനബി യൂസുഫ് അലൈഹിസലാം, എന്റെ മുന്നിൽ യൂസുഫ് നബിയുണ്ട്. ഞാൻ കണ്ടു, കണ്ണ് നിറയെ കണ്ടു. എങ്ങനെയായിരുന്നു? വഖദ് ഉഅതിയ ശത്റൽ ഹുസ്നി ഫറഹബ വദഅലി ബിഖൈർ. സ്വഹീഹ് മുസ്ലിം. ഞാൻ കണ്ടപ്പോൾ ഫഖദ് ഉഅതിയ ശത്റൽ ഹുസ്നി, ഭംഗിയുടെ മൊത്തം ഭംഗിയുടെ പകുതിയും ആ പ്രവാചകന് നൽകിയിരിക്കുന്നു അല്ലാഹു. ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം എത്ര വലുതാണ്! വാനലോകത്തിന്റെ, നക്ഷത്രലോകത്തിന്റെ സൗന്ദര്യം അല്ലാഹു തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ബിസീനത്തിനിൽ കവാകിബ് സയ്യന്ന സമാഅദ് ദുനിയാ. ഭൂമിയിൽ നിൽക്കുന്ന മനുഷ്യൻ ദുനിയാവിന്റെ ആകാശത്തിലേക്ക് നോക്കിയാൽ നാം ആ ആകാശത്തെ മൊഞ്ചാക്കിയിരിക്കുന്നു, അലങ്കരിച്ചിരിക്കുന്നു. ഒരുപാട് നക്ഷത്രങ്ങളെ കൊണ്ട് സൗന്ദര്യം. ഇവിടത്തെ പൂക്കളുടെ സൗന്ദര്യം, റോസാപ്പൂവിന്റെ സൗന്ദര്യം, മനുഷ്യരുടെ സൗന്ദര്യം, പക്ഷിപ്പറവകളുടെ സൗന്ദര്യം, ഈ ഭൂമിയുടെ സീനറി സൗന്ദര്യങ്ങൾ, മൊത്തം സൗന്ദര്യത്തിന്റെ ഉഅ്തിയ ശത്റൽ ഹുസ്നി, മൊത്തം സൗന്ദര്യത്തിന്റെ പകുതി നൽകപ്പെട്ടിരിക്കുന്നു. ഫറഹബ, എന്നോട് സ്വാഗതം പറഞ്ഞു. വദഅലി ബിഖൈർ, അന്ത്യപ്രവാചകന് വേണ്ടി യൂസുഫ് നബി അലൈഹിസ്സലാം ഖൈർ കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇങ്ങനെ ഈ സൗന്ദര്യം ഒരു പരീക്ഷണമായിരുന്നു. ചരിത്രത്തിൽ അങ്ങനെ ഒരുപാട് സുന്ദരന്മാർ കടന്നുപോയി. കൂട്ടത്തിലെ ഒരു സുന്ദരനായ ജ്ഞാനിയായിരുന്നു നബിമാരുടെ അനന്തരാവകാശികളായിരുന്ന അൽ ഉലമാഇന്റെ കൂട്ടത്തിലെ, യഥാർത്ഥ ജ്ഞാനികളുടെ കൂട്ടത്തിലെ ഒരാളായിരുന്നു മീർസാമാദ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, മഹാനായ ഒരു ജ്ഞാനി. മീർസാമാദ് അതീവ സുന്ദരനായിരുന്നു. അക്കാലത്ത് രാജ്യം ഭരിക്കുന്ന രാജാവ് നായാട്ടിന് വേണ്ടി, വേട്ടയ്ക്ക് വേണ്ടി കാട്ടിലേക്ക് പോയപ്പോ മീർസാമാദിന്റെ സൗന്ദര്യത്തിൽ മതിമറന്ന് ആകൃഷ്ടയായിരുന്നൊരു രാജ്ഞിയായ പെണ്ണ്
മീർസാമാദിനെ തന്ത്രം പ്രയോഗിച്ച് കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. രാജാവിന്റെ അഭാവത്തിൽ ആ മഹാനായ ആരിഫിനെ രാജ്ഞി കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, മീർസാമാദ്, നിന്റെ ഈ സൗന്ദര്യം ഞാൻ കണ്ടാസ്വദിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി. എനിക്ക് ചില സ്വപ്നങ്ങളുണ്ട്, അഭിലാഷങ്ങളുണ്ട്. എന്റെ ഇംഗിതത്തിന് നീ വഴിപ്പെട്ടാൽ, ഞാനുമായി നീ ശയിച്ചാൽ, നിനക്ക് വലിയ പാരിതോഷികങ്ങളുമായി സമ്മാനങ്ങളുമായി തിരിച്ചു പോകാം. മറിച്ചാണ് നീ പറയുന്നതെങ്കിൽ, എന്റെ ആജ്ഞ നീ അനുസരിക്കുന്നില്ലെങ്കിൽ, കൊട്ടാരത്തിലെ ഭടന്മാരെ വിളിച്ചുകൊണ്ട് എന്റെ നേരെ പാഞ്ഞെടുക്കുകയും എന്നെ കേറിപ്പിടിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിന്നെ കുറ്റവാളിയാക്കി ചിത്രീകരിച്ചിട്ട് ഈ ശിക്ഷാ കോടതിയിൽ നിന്ന് തൂക്കുകയറ് വധശിക്ഷ ഞാൻ നിനക്ക് വാങ്ങിത്തരും. രണ്ട് ഓപ്ഷൻ. ഒന്നുകിൽ രാജ്ഞിക്ക് വഴിപ്പെട്ടിട്ട് സമ്മാനങ്ങളുമായി തിരിച്ചു പോകാം, മറ്റൊന്നും മരണമാണ്, വധശിക്ഷയാണ്. എന്താ ഇതിൽ തെരഞ്ഞെടുക്കുക? തത്വജ്ഞാനിയായ ബുദ്ധിമാനായിരുന്ന ആ ആരിഫ് ഈ രണ്ടു വഴിയും സ്വീകരിച്ചില്ല. ഒന്നുകിൽ ലൈംഗിക വിശുദ്ധി തകർത്തുകൊണ്ട് സമ്മാനം വാങ്ങുക, ദുന്യാവിലെ സുഖം അനുഭവിക്കുക, അല്ലെങ്കിലോ മരണം. ഇത് രണ്ടും ആ ജ്ഞാനി സ്വീകരിച്ചില്ല. മൂന്നാമതൊരു വഴിയാണ്. ഏതാ മൂന്നാമത് വഴി? ലൈംഗിക വിശുദ്ധിയോടുകൂടെയുള്ള ജീവിതം. അതാ തെരഞ്ഞെടുത്തത്. ഹക്കീമായ തത്വജ്ഞാനിയായ നിപുണനായ മീർസാമാദ് രാജ്ഞിയുടെ കെണിയിൽപ്പെട്ടപ്പോ, പിടിയിലമർന്നപ്പോ രാജ്ഞിയോട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ പറഞ്ഞു, ഏതായാലും രാജ്ഞിയുടെ ആജ്ഞ ഞാൻ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്, തയ്യാറാണ്. പക്ഷേ ഏതായാലും ഞാൻ യാത്ര ചെയ്ത് വളരെ മുഷിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് സുഖിക്കാൻ ഒരുങ്ങുന്നതിന്റെ മുമ്പ് ഒരു മുന്നൊരുക്കം നല്ലതാണ്. എവിടെ ബാത്റൂം? ഞാനൊന്ന് ഫ്രഷായി വരാം എന്ന് രാജ്ഞിയോട് പറഞ്ഞപ്പോ രാജ്ഞി ബാത്റൂം കാണിച്ചു കൊടുത്തു. മീർസാമാദ് കടന്നു ചെന്നു ബാത്റൂമിലേക്ക്. വിസർജിച്ചുകൊണ്ട്, വിസർജ്യം കയ്യിലെടുത്തുകൊണ്ട്, മുഖത്തും ശരീരത്തിലും വാരി തേച്ചുകൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ രാജ്ഞിയുടെ മുന്നിൽ മീർസാമാദ് വന്നു നിന്നു. ഇത് കണ്ട രാജ്ഞി കോപിഷ്ഠയായി ചാട്ടയെടുത്തുകൊണ്ട്, ചമ്മട്ടി എടുത്തുകൊണ്ട് മീർസാമാദിനെ ഭ്രാന്ത എന്ന് വിളിച്ച് കൊട്ടാരത്തിന്റെ കവാടം വരെ ഓടിച്ചു വിട്ടു. എങ്ങനെയാണ് ഈ ജ്ഞാനി രക്ഷപ്പെട്ടത്? ഈ ദേഹകാന്തി, ആകാരഭംഗി, സൗന്ദര്യം ഉണ്ട് നമുക്കൊക്കെ. ഈ സൗന്ദര്യത്തിനപ്പുറത്ത് ആന്തരികമായി ഒരുപാട് വൃത്തികേടുകളും ന്യൂനതകളും വൈകൃതങ്ങളും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഈ ബോധം സുന്ദരന്മാർക്കും സുന്ദരികൾക്കും ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഈഗോ ഉണ്ടാവുകയില്ല, അവർക്ക് അഹങ്കാരം ഉണ്ടാവുകയില്ലെന്ന് ഇമാം ഗസാലി ഖിബറിന്റെ അധ്യായത്തിൽ, ഖിബറിന്റെ കാരണം, ഈഗോയുടെ അഹങ്കാരത്തിന്റെ കാരണം ഓരോന്നോരോന്ന് എണ്ണീട്ട്, ധനം കൊണ്ട് അഹങ്കാരം, അധികാരം കൊണ്ട് അഹങ്കാരം, അങ്ങനെ സൗന്ദര്യം കൊണ്ട് അഹങ്കാരം. ഈ സൗന്ദര്യം കൊണ്ടുള്ള അഹങ്കാരത്തിന് ചികിത്സ പറഞ്ഞത് എന്താ? ഈ സുന്ദരൻ, ഈ സുന്ദരി ഒന്ന് ഓർക്കുക, എന്താ ഈ വയറ്റിലെന്ന്. ഒരു 4 ദിവസം കുളിക്കാതിരുന്ന എന്താണെന്നൊന്ന് ആലോചിക്കുക. നമ്മുടെ മുന്നിലുള്ള നാൽക്കാലികൾ, ജന്തുക്കൾ, വന്യമൃഗങ്ങൾ, കാട്ടിലെ ജീവികളൊന്നും കുളിക്കുന്നില്ല. എന്നിട്ടും അവരെ അയലത്ത് പോകുന്നത് കൊണ്ടോ അടുത്ത് നിൽക്കുന്നതുകൊണ്ടോ ബുദ്ധിമുട്ടില്ല. എന്നാൽ ഈ ഇരിക്കാലി മൃഗം ഒരു 4 ദിവസം ഒന്ന് കുളിക്കാതിരിക്കട്ടെ, പല്ല് തേക്കാതിരിക്കട്ടെ, എന്തായിരിക്കും? ഈ ജ്ഞാനി മനുഷ്യന്റെ ദുർഗുണങ്ങൾ, ശാരീരിക വൈകല്യങ്ങൾ കാണിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. ഞാൻ ഓർത്തുപോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥയാണ്. അദ്ദേഹം ഒരു അശ്ലീല സാഹിത്യമാണെന്ന് തോന്നും അത് വായിക്കുമ്പോൾ. ഞാനത് വായിച്ച് ദിവസങ്ങൾ ഓർത്ത് ചിരിച്ചിട്ടുണ്ട്. എന്താണ് ആ കഥയുടെ തലക്കെട്ട്? ഭർ എന്നാണ്. ഭരണിയുടെ ഭ, പിന്നെ കുറെ എന്നിട്ടിട്ടുണ്ട്. അത് വിശദീകരിക്കാൻ പറ്റൂല. ഏതായാലും ആ കഥയുടെ പ്രമേയം, ആശയം വളരെ ഗംഭീരമാണ്. അതുകൊണ്ട് തന്നെ പറയാലോ, എന്താണ് അതിന്റെ ആശയം? ഒരു സുന്ദരിയായ യുവതി, അവളുടെ സൗന്ദര്യത്തിൽ അവൾ അഹങ്കരിച്ചുകൊണ്ട് രാജകുമാരിയെ പോലെ മുന്നിൽ വരുന്ന ഇതര സ്ത്രീകളെയൊക്കെ കൊച്ചാക്കി നോക്കി ഇകഴ്ത്തിക്കണ്ട് അവൾ അവളുടെ സൗന്ദര്യത്തിൽ ഗർവ് നടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്നാണ് മേൽ പറയപ്പെട്ട ശബ്ദത്തിൽ ഒരു കീഴ്വായു സുന്ദരിക്ക് പോയത്. അതോടുകൂടെ സുന്ദരിയുടെ ആ സൗന്ദര്യത്തിന്റെ അഹങ്കാരം തകർന്ന് തരിപ്പണമായി എന്നതാണ് ആ കഥയുടെ പ്രമേയം. വാസ്തവത്തിൽ ഇങ്ങനെ ഓരോരുത്തരും ഓർത്തു നോക്കണല്ലോ. കാമുകിയെ കാണുമ്പോ, കാമുകനെ കാണുമ്പോ അള്ളാഹുവാണ് യഥാർത്ഥ സുന്ദരൻ.
വൈകൃതങ്ങളില്ലാത്ത ന്യൂനതകളില്ലാത്ത സുന്ദരൻ അള്ളാഹുവാൻ. ആ അള്ളാഹുവെ ലൈലയാക്കണം, ആ അള്ളാഹുവിനെ പ്രേമഭാജനമാക്കണമെന്ന മുത്തഖിയുടെ കൺസെപ്റ്റ് തെറ്റിപ്പോകുന്നത് യഥാവിധി ഈ മനുഷ്യരെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ പഠിച്ചത് പിശാച് മറപ്പിച്ച് കളഞ്ഞത് കൊണ്ടാണ്. നമുക്ക് മുന്നിൽ നടന്നു നീങ്ങിയ മഹാരഥന്മാർ കണ്ടത് അള്ളാഹുവിന്റെ സൗന്ദര്യമായിരുന്നു, അള്ളാഹുവിന്റെ ഭംഗിയായിരുന്നു. ആ ഭംഗി കണ്ടവർ മനക്കണ്ണുകൊണ്ട്, ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് അള്ളാഹുവിന്റെ സൗന്ദര്യം കണ്ടവൻ ഈ ലോകത്തൊരു പെണ്ണിന്റെ പിറകെ പോവുകയില്ല. ഇതിന്റെ പ്രൗഢിയും പകിട്ടും കണ്ട് ഈ ദുനിയാവിലെ ഒന്നിന്റെയും പിറകെ പരിധി വിട്ട് സഞ്ചരിക്കുകയില്ല. അതിന് അള്ളാന്റെ സൗന്ദര്യം കാണണം. അൽ ഹുബ്ബു ഫില്ലാ, അതൊരു ചർച്ചാ വിഷയമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ സബ്ജക്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് പോകാം. അള്ളാഹുവിനെ സ്നേഹിക്കുക. സ്നേഹിക്കണമെങ്കിൽ സ്നേഹത്തിന് നിദാനമായ കാരണങ്ങൾ കണ്ടെത്തണം. വെറുതെ ഒരാളെയും സ്നേഹിക്കില്ലല്ലോ. സ്നേഹത്തിന് കാരണം വേണമല്ലോ. സ്നേഹത്തിന് കാരണമായ എന്തൊക്കെ ഘടകങ്ങളുണ്ടോ അതിന്റെയൊക്കെ ഉത്ഭവ കേന്ദ്രമാണ്, അതിന്റെയൊക്കെ കേന്ദ്ര ബിന്ദുവാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അവനെ സ്നേഹിക്കാനാണ് പരിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത്. അവനെ സ്നേഹിക്കാൻ വേണ്ടി ആ സ്നേഹത്തിന്റെ വഴിയിലേക്കാണ് മുത്തഖികളെ അല്ലാഹു സജ്ജീകരിക്കുന്നത്. തഖ്വ എന്ന് പറയുന്നത് സ്നേഹത്തോടു കൂടെയുള്ള അനുസരണയാണ് തഖ്വയുടെ നിർവചനം. അപ്പോ അങ്ങനെ സ്നേഹിച്ച മഹാരഥന്മാർ എമ്പാടുണ്ട്. എത്രയെത്ര ചരിത്രങ്ങൾ ഇനിയും നമുക്ക് പറയാനാകും. ഇസ്ലാമിക സീറാ ഗ്രന്ഥങ്ങളിൽ, താരീഖ് ഗ്രന്ഥങ്ങളിൽ ഇതിനു സമാനമായ ചരിത്രങ്ങൾ എമ്പാടും നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ഗസാലി അഹ്മദ് ഇബ്നു സഈദിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരൊറ്റ സംഭവം കൂടെ, ചരിത്രം നമുക്ക് നീട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമില്ല. അത് പഠനത്തിന് വേണ്ടി ചിലതു മാത്രം മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ചില ചരിത്രങ്ങൾ മാത്രം പാഠത്തിനു വേണ്ടി ഒന്നുകൂടെ. അഹ്മദ് ഇബ്നു സഈദിൽ നിന്ന് ഇമാം ഗസാലി ഉദ്ധരിക്കുന്ന ഒരു ചരിത്രം എന്താ? കാന ഇൻദനാ ബിൽ കൂഫത്തി ശാബുൻ മുതഅബ്ബിദുൻ ലാസിമുൻ അൽ മസ്ജിദൽ ജാമിഅ്. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നു, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇറാഖിലെ കൂഫയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു, ഒരു യുവാവ്. മുതഅബ്ബിദുൻ, ആരാധനയാണ് ആ ചെറുപ്പക്കാരന്റെ അജണ്ട. ആരാധനയിലാണ് ആ ചെറുപ്പക്കാരന്റെ ഏത് സമയവും. ധ്യാനമാണ് ആ ചെറുപ്പക്കാരന്റെ ലഹരിയും ആനന്ദവും. അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരൻ ലാസിമുൻ അൽ മസ്ജിദൽ ജാമിഅ, ജുമഅത്ത് പള്ളിയുമായി ബന്ധപ്പെട്ടേ ഇരിക്കുന്ന, ഏത് സമയവും പള്ളിയും വീടിനേക്കാൾ പള്ളിയുമായി ബന്ധപ്പെടുന്ന ആ ചെറുപ്പക്കാരൻ. കാന ഹസനൽ വജ്ഹി വഹസനൽ ഖാമ. അല്ലാഹു ആ യുവകോമളനെ പരീക്ഷിച്ചത് സൗന്ദര്യം കൊടുത്ത, ഇബാദത്തുണ്ട്, ദിക്റുണ്ട്, എല്ലാമുള്ള സൽസ്വഭാവിയും സൽഗുണ സമ്പന്നനുമായ ആ കൂഫയിലെ ചെറുപ്പക്കാരൻ അതീവ സുന്ദരനാണ്. അള്ളാഹു സൗന്ദര്യം കൊടുത്തു. ഇന്നിപ്പോ നമ്മൾ സൗന്ദര്യം ഉള്ളതിനപ്പുറത്ത് കാണിച്ചോട്ടെ, നല്ലതാ, സൗന്ദര്യം കാണിക്കണം. അള്ളാഹു അവന്റെ അടിമയിൽ നിക്ഷേപിച്ച നിഅമത്ത് പ്രകടമാകുന്നത് അള്ളാഹുവിന് സന്തോഷമാണ്. പക്ഷേ അത് വിലക്കപ്പെട്ട മാർഗങ്ങളിൽ ഒരിക്കലും പ്രദർശിപ്പിക്കരുത്. പെണ്ണുങ്ങൾക്ക് അണിഞ്ഞൊരുങ്ങി ഇറങ്ങാൻ പാടില്ല. ആൺകുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക് പെണ്ണുങ്ങൾ അടിയിക്കും, അതും പാടില്ല, അതും ഹറാമാ. അവന്റെ നീയത്ത് അരുതാത്ത നീയത്താണെങ്കിൽ അവൻ ചമഞ്ഞിറങ്ങുന്നത് ഹറാമാണ്, അതിൽ സംശയമൊന്നുമില്ല. ഒരു ഹറാമിന് വഴിയൊരുക്കുന്ന കാര്യവും ഹറാമാണ്. അതാണ് ഉസൂലുൽ ഫിഖ്ഹിന്റെ കാഴ്ചപ്പാട്. ഏതാവട്ടെ, ഈ ചെറുപ്പക്കാരൻ അതീവ സുന്ദരനായിരുന്നു. ഫനളറത് ഇലൈഹി ഇംറഅത്തുൻ ദാതു ജമാലിൻ വഅഖ്ലിൻ. കൂഫയിലെ തന്നെ ഈ യുവകോമളന്റെ അയൽക്കാരിയായ ഒരു പെണ്ണ് ഈ ഭക്തനായ ചെറുപ്പക്കാരനിൽ കണ്ണുവെക്കുകയും അവൾ ഇവനെ വലവീശാൻ എല്ലാ വഴികളും ഒരുക്കുകയും ഇവൻ പള്ളിയിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ ഈ പെണ്ണ് സ്ഥിരമായി നിൽക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം നിന്നിട്ട് പറഞ്ഞു, യാ ഫത ഇസ്മഅ മിന്നി കലിമാത്തിൻ ഉകല്ലിമുക. ചെറുപ്പക്കാരാ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം.
ഞാൻ പറയുന്നതൊന്ന് കേൾക്കാൻ മനസ്സു കാണിക്കണം. ഈ പെണ്ണ് അവൾ സുന്ദരിയാണ്, ബുദ്ധിമതിയാണ് എന്ന് ഈ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. സുന്ദരിയും ബുദ്ധിമതിയുമായ ആ പെണ്ണ് പറഞ്ഞത് ഇസ്മഇ മിന്നി കലിമാത്തിൻ ഉകല്ലിമുക ബിഹാ, ഞാൻ പറയുന്നതൊന്നു കേൾക്കാൻ മനസ്സു കാണിക്കണം യുവാവേ. സുമ്മഅമൽ മാ ശിഅത, കേട്ടതിനു ശേഷം ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോളൂ, തീരുമാനിച്ചോളൂ, തോന്നുന്നത് ചെയ്തോളൂ, എനിക്ക് വിരോധമില്ല. ഈ വാക്ക് പള്ളിയിലേക്കുള്ള വഴിയിൽ നിന്നുകൊണ്ട് ഈ പെണ്ണ് യുവാവിനോട് പറഞ്ഞപ്പോ ഫമലൽ ഫതാ വലം യുകല്ലിംഹാ, അള്ളാഹുവിനെ പേടിക്കുന്ന, അള്ളാഹുവിന്റെ സൗന്ദര്യം കണ്ട് പടച്ച റബ്ബുന തമ്പുരാനെ സ്നേഹിക്കുന്ന ആ ചെറുപ്പക്കാരനായ ആബിദ് കേൾക്കാത്ത ഭാവത്തോടെ പള്ളിയിലേക്ക് നടന്നു നീങ്ങി. കേട്ട ഭാവം പോലും നടിക്കാതെ അങ്ങോട്ട് വിട്ടു. പക്ഷെ പെണ്ണു വിട്ടില്ല. സുമ്മ വഖഫത്ത് ബഅദ ദാലിക അലാ ത്വരീഖിഹി, അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടും ആ പെണ്ണ് വഴിയിൽ നിന്ന് മാറിയില്ല. പള്ളിയുടെയും വീടിന്റെയും മധ്യത്തിലുള്ള വഴിയിൽ ഈ പെണ്ണ് ഈ ചെറുപ്പക്കാരനെ വലവിരിച്ച് കാത്തു നിൽക്കുക പതിവായി. ഇതൊരു ശല്യായി എന്ന് കണ്ടപ്പോ ഭക്തനായ ആ ഫത്താ പറഞ്ഞു, പെണ്ണെ, ഇത് ഒരു തുഹുമത്തിന്റെ മേഖലയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനത്തിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന മേഖല സൂക്ഷിക്കാനുള്ള കൽപ്പനയുണ്ട്. അതുകൊണ്ട് തന്നെ നീയും ഞാനും അന്യരാണ്. ഈ സ്ഥലത്തൊറ്റയ്ക്ക് നമ്മൾ നിൽക്കുന്നത്, നമ്മൾ അരുതാത്തത് ചിന്തിച്ചിട്ടില്ലെങ്കിലും പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും തുഹുമത്തിന്റെ മേഖലയായതുകൊണ്ട്, അത് മതം വിലക്കിയ കാര്യമായതുകൊണ്ട് നീ നിന്റെ വഴിക്ക് പോകണം, ഞാൻ എന്റെ വഴിക്കും പോവുകയാണെന്ന് പെണ്ണിനോട് പറഞ്ഞു. പെണ്ണു പറഞ്ഞു, എനിക്ക് പറയാനുള്ളതെങ്കിലും നിങ്ങളൊന്ന് കേൾക്കാൻ മനസ്സു കാണിക്കണം, പറയാനുള്ളതെങ്കിലും കേൾക്കാൻ നിങ്ങൾ മനസ്സു കാണിക്കണം എന്ന് പറഞ്ഞ പെണ്ണു പറഞ്ഞു, ഇന്ന ജവാരിഹി കുല്ലഹാ മശ്ഗൂലത്തുൻ ബിക ഫല്ലാഹ അല്ലാഹ ഫീ അംരി വ അംരിക, എന്റെ അവയവങ്ങളൊക്കെ പ്രിയപ്പെട്ടവനെ നിന്നോടുള്ള അനുരാഗം കൊണ്ട് തളർന്നു പോയിരിക്കുന്നു. അതുകൊണ്ട് നിന്നെപ്പോലത്തെ ഒരു ഭക്തനിൽ നിന്ന് ഹറാമായ ഒരു ചിന്ത പോലും ഈ ഉള്ളവൾ പ്രതീക്ഷിക്കുന്നില്ല. എന്നിട്ടല്ലേ വ്യഭിചാരം? ഒരു തെറ്റായ ചിന്ത പോലും നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ നിന്നോടുള്ള താല്പര്യം കൊണ്ട് എന്റെ അവയവങ്ങളൊക്കെ തളർന്നിരിക്കുന്നു. അതുകൊണ്ട് ഫല്ലാഹ അല്ലാഹ ഫീ അംരി വ അംരിക, അല്ലാഹുവിനെ ഓർത്ത് എന്റെയും നിന്റെയും ഇടയിലൊരു തീരുമാനം നീ തന്നെ ഉണ്ടാക്കണം. അഥവാ അള്ളാഹു ഇഷ്ടപ്പെട്ട തരത്തിൽ നിക്കാഹ് കഴിച്ചു ഒന്നിച്ചുള്ളൊരു ജീവിതം ഞാൻ ആവശ്യപ്പെടുന്നു എന്ന് പെണ്ണ് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് ഓടി, വീട്ടിലേക്ക് തിരിച്ചോടി. പള്ളിയിലേക്ക് അന്ന് പോയില്ല. വീട്ടിലേക്ക് പോയി ഉടനെ തന്നെ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പെണ്ണിന്റെ വാക്ക് നെഞ്ചകത്താളിക്കത്തുന്നു. ഭക്തനാണെങ്കിലും മനുഷ്യനാണല്ലോ. പരീക്ഷണം എന്ന് പറയുമ്പോ ചിലര് പറയും, പടച്ചോനെ ഞാൻ പലതും സഹിച്ചു, ഇതെനിക്ക് സഹിക്കാൻ പാടില്ല. സഹിക്കാൻ പറ്റാത്തത് തന്നാ അള്ളാഹ് പരീക്ഷിക്കുള്ളൂ, അല്ലാതെ പരീക്ഷണം എന്ന് പറയാൻ പറ്റൂ. പടച്ചോനെ എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു, ഞാൻ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. പിള്ളേർക്ക് അസുഖമായ അതെനിക്ക് താങ്ങാൻ പറ്റൂല. താങ്ങാൻ പറ്റാത്തതുകൊണ്ടാ പരീക്ഷണം വരിക. അവിടെയാണ് സബൂറോടെ പിടിച്ചു നിൽക്കേണ്ടത് എന്ന് പറഞ്ഞതുപോലെ ഈ ഭക്തനായ ചെറുപ്പക്കാരന്റെ മനസ്സ് തീയാണ്. അദ്ദേഹത്തിന് ആഗ്രഹമില്ലാത്തതുകൊണ്ടാ. സിരകളിലൂടെ രക്തമൊഴുകുന്ന ഏത് മനുഷ്യനും യൂസുഫ് നബി അലൈഹി സ്വലാം അള്ളഹാനോട് വിറച്ച് പ്രാർത്ഥിച്ചത് ഖുർആൻ പറഞ്ഞതിലെ, പടച്ചോനെ നീ കാത്തിട്ടില്ലെങ്കിൽ ഈ യൂസുഫ് പെട്ടുപോകും അലൈഹിസ്സലാം. ഇതാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നതാണല്ലത്. ഈ യുവാവ് വീട്ടിൽ ചെന്നുകൊണ്ട് നമസ്കാരത്തിലേക്ക് ഉടൻ തന്നെ പ്രവേശിക്കുന്നു. പക്ഷേ നമസ്കാരത്തിൽ ഖുശൂഅ് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ചിന്തയാകെ ഇടറിക്കൊണ്ട് ഛിന്ന ഭിന്നമായി, ഛിദ്രം ആകെ തകരുകയാണ്. ചിന്ത അരുതാത്ത ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. നിസ്കാരത്തിന് നിന്ന് നോക്കി, നിസ്കാരത്തിന് നിന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ നിസ്കാരം മുറിച്ചു, സുന്നത്ത് നിസ്കാരം മുറിച്ചു. അങ്ങനെയാണ് അവരൊക്കെ. മുനാജാത്ത് ശരിയാവുന്നില്ലെങ്കിൽ ആ ഇടപാടുകൾ ക്ലോസ് ചെയ്യാം. അങ്ങനെ സുന്നത്ത് മുത്തലക്കൻ സുന്നത്ത് നിസ്കാരമാണ്. എന്നിട്ട് ഇദ്ദേഹം ഒരു കടലാസ് എടുത്തു, വകതബ കിതാബ, ഒരു ലെറ്റർ എഴുതാൻ തുടങ്ങി. എന്താ ലെറ്റർ? ലെറ്റർ എല്ലാം എഴുതി കഴിഞ്ഞപ്പോ, കത്തെഴുതി കഴിഞ്ഞപ്പോ, സുമ്മ ഖറജ മിൻ മൻസിലിഹി, ആ കത്തുമായി വീട്ടിൽ നിന്ന് വഴിയിലേക്ക്, പള്ളിയിലേക്കുള്ള വഴിയിൽ ഇറങ്ങിയപ്പോ, ഫഇദൻ അൽ മർഅതു വാഖിഫത്തുൻ ഫീ മൗദിഇഹാ,
അപ്പോഴും ആ പെണ്ണിന്റെ പഴയ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. ആ സമയത്ത് അൽഖാ ഇലൈഹൽ കിതാബ, എഴുതിയ കത്ത് അവളിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് വറജഅ ഇലൽ മൻസിൽ, ഉടനെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു. ഈ പെണ്ണ് എന്തായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്? പ്രേമലേഖനമോ ശൃംഗാര വചനങ്ങളോ ഒന്നുമായിരുന്നില്ല. എന്തായിരുന്നു? വകാന ഫീഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഅ്ലമി അയ്യത്തുഹൽ മർഅ. ഒരു ജ്ഞാനി, ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഒരു പെണ്ണ് നമ്മളെ വഴി പിഴപ്പിക്കാൻ വന്നാല് നമ്മുടെ കൂട്ടത്തിലെ ഭക്തന്മാര് എന്താ ചെയ്യാ? ലക്ഷണം കെട്ട ശൈത്വാനെ നീ ഒരു കാലത്തും ഗുണം പിടിക്കൂല, അവളെ കെട്ട് ഒഴിവാക്കും അല്ലേ? ഇതല്ല രീതി. പിന്നെ ഏതാ രീതി? ഇതിലൊക്കെ പാടുണ്ട്. അവര് നടന്നു പോയ വഴിയിലൊക്കെ പാടുണ്ട്. എന്താണ് ഈ പെണ്ണിനോട് ചെയ്യുന്നത്? ആ കത്തിൽ തെറിയല്ല, പെണ്ണിനെ ചീത്ത പറഞ്ഞില്ല, കല്ലെറിഞ്ഞ് ഓടിച്ചില്ല. അതിൽ ബിസ്മിക്ക് ശേഷം ഇഅ്ലമി അയ്യത്തുഹൽ മർഅ, പെണ്ണെ നീ അറിയണം, യുവതി നീ മനസ്സിലാക്കണം, ഇന്നല്ലാഹ അസ്സ വജല്ല ഇദാ അസാഹുൽ അബ്ദു ഹലുമാ വഇദാ അദ ഇലൈഹാ മറത്തൻ സാനിയാ സതറഹു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു അടിമ ഒരു തവണ തെറ്റു ചെയ്താൽ ഹലുമ, അല്ലാഹു മാപ്പാക്കും, അല്ലാഹു ക്ഷമിക്കും. വഇദാ അദ ഇലൈഹാ മറത്തൻ സാലിയ, രണ്ടാമതും അടിമ തെറ്റിലേക്ക് പോയാൽ സതറഹു, സത്താറായ അല്ലാഹു അത് മറച്ചു വെക്കുന്ന വെച്ചാൽ അപ്പോഴും ശിക്ഷിക്കാൻ സാധ്യതയില്ല. എന്നാൽ മൂന്നാം തവണയും നാലാം തവണയും തെറ്റിലേക്ക് തന്നെ ആവർത്തിച്ച് കടന്നു ചെല്ലുകയും കുറ്റവാളിയായി മാറുകയും ചെയ്താൽ വളിബല്ലാഹു തആല ഗൽബതൻ തലീഖു മിൻഹസ് സമാവാതു വൽ അർള്, അല്ലാഹുവിന്റെ കോപം വരും. ആ കോപം ആകാശഭൂമികളെ ഇടുക്കമാക്കുന്ന കോപമാണ്. പ്രവിശാലമായ 7 ആകാശങ്ങളോ ഉരുണ്ട ഭൂമിയോ വിശാലമാകില്ല. അള്ളാഹുവിന്റെ കോപമേറ്റ മനുഷ്യന് അതൊന്നും മതിയാകൂല, സ്പേസ് മതിയാകൂല. ഈ നിലയിൽ ജീവിതം ഇടുങ്ങുന്ന അവസ്ഥയിൽ അള്ളാഹുവിന്റെ കോപമേൽക്കും പെണ്ണെ. ഒരു തവണയും 2 തവണയും അള്ളാഹു എന്നെയും നിന്നെയും വെറുതെ വിട്ടേക്കാം. ഇനി ഈ കുറ്റത്തിൽ ഉറച്ചു നിന്നാൽ, അള്ളാഹുവിന്റെ വെറുപ്പ് കിട്ടിയാൽ പിന്നെ ജീവിതം തകർന്നു, ലക്ഷ്യം നശിച്ചു. അതുകൊണ്ട് നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. തുടർന്ന് കുറെ ഖുർആൻ ആയത്തുകൾ ആ കത്തിൽ എഴുതിയിട്ട് എനിക്ക് എന്നെ തന്നെ നന്നാക്കാൻ പറ്റിയിട്ടില്ല, പിന്നെ എങ്ങനെ ഞാൻ നിന്നെ കെട്ടിവലിക്കും? അതുകൊണ്ട് റബ്ബിനെ ഓർത്ത് നീ അകന്നു പോകണം, അള്ളാഹുവിനെ നീ ഭയക്കണം, നിന്റെ ജീവിതം ആഖിറത്തിലാണ്. പെണ്ണെ, ഓരോ ദിവസവും നീ മരിക്കുന്നുണ്ട്, ഓരോ ദിവസവും അള്ളാഹു നിന്നെ മരിപ്പിക്കുന്നുണ്ട്. ആ മരണത്തിൽ നിന്ന് ഞാനും നീയും എണീറ്റു വരുന്നു. ഉറക്കിൽ നിന്നുള്ള ഉണർവി ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവാൻ. ഇങ്ങനെയൊക്കെ താക്കീദിന്റെ വചനങ്ങൾ എഴുതിയിട്ട്, വാചകങ്ങൾ എഴുതിയിട്ട് ആ കത്ത് കൊടുത്ത ആ കത്ത് പൊട്ടിച്ച് തുറന്നു വായിച്ച പെണ്ണുണ്ടോ? മടങ്ങുന്നു? ഇല്ല. ഏതായാലും തെറിയൊന്നും കേൾക്കണില്ലല്ലോ, ഒന്നും കൂടിയാണ് പരിശ്രമിച്ചു നോക്കുക. പെണ്ണ് ഈ കത്ത് വായിച്ചിട്ട് പിന്നെയും ആ വഴിയിൽ തന്നെ തപസ്സിരുന്നപ്പോ പള്ളിയിലേക്കുള്ള പോക്കുപോലും ആ യുവാവ് തൽക്കാലം നിർത്തിയിട്ട് വേറെ വഴിയിലൂടെ പോകുമ്പോ ആ വഴിയിലും ഈ പെണ്ണ് പ്രത്യക്ഷപ്പെട്ട് ശല്യം ചെയ്തപ്പോ അങ്ങനെ ഇടക്കവൾ പോയിട്ടുണ്ടാകുമോ എന്ന് നോക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ അവളെ കാണും. അകലെ അവളെ കണ്ടാൽ റജഅ ഇലൽ മൻസിൽ, വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോരും. കൈലായ റാഹ, അവളെ കാണാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു ദിവസം ഇനിയിപ്പോ അവള് നിർത്തിയിട്ടുണ്ടാകും, വഴിന്ന് പോയിട്ടുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ യുവാവ് ഇറങ്ങി പള്ളിയിലേക്ക് പോകാൻ നോക്കിയപ്പോ അന്നുണ്ട് അവിടെ. അപ്പോൾ തിരിച്ചു നടന്നപ്പോ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു, യാ ഫതാ ലാ തർജി, യുവാവേ നീ മടങ്ങി പോകേണ്ടതില്ല, ഇനി നിങ്ങൾ എന്നെ ഈ വഴിയിൽ കാണില്ല. ഇല്ലാ വദൻ ബൈന യദയില്ലാഹി തആല, ഞാനും നിങ്ങളും മരിച്ചു ചെന്നതിനു ശേഷം അള്ളാഹുവിന്റെ മുന്നിൽ വെച്ച് ഞാനും നിങ്ങളും പരസ്പരം കണ്ടുമുട്ടുകയുള്ളൂ. അതുകൊണ്ട് ആരാധന മുടക്കണ്ട, പള്ളിയിലേക്കുള്ള പോക്ക് നിർത്തണ്ട, ഇനി എന്റെ ശല്യം ഉണ്ടാവുകയില്ലെന്ന് പറഞ്ഞ് ആ
പെണ്ണ് സുമ്മ ലസിമത്ത് ബൈതഹാ, അവളുടെ വീട്ടിലേക്ക് ഓടി, വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടി, വെളിയിലേക്കുള്ള ഇറക്കം നിർത്തി. വഅഖദത് ഫിൽ ഇബാദ, അവളും ഒരു ഭക്തയായി മാറി. അവൾ ഭക്തയായി മാറി. ഹത്താ മാത്തത്ത്, അവൾ അങ്ങനെ മരിച്ചു. പക്ഷേ മരണം വരെ ഈ യുവകോമളനോടുള്ള അനുരാഗം അവളുടെ മനസ്സിനെ വേദനിപ്പിച്ച് അവൾ ഭക്ഷണം കുറഞ്ഞു, എല്ലും മസ്തിയുമായി തൊലിയുമായി അവൾ മരിച്ചു, ക്ഷീണിച്ചു മരിച്ചു. ഭക്തയാണ്, ഇബാദത്തുണ്ട്, പക്ഷേ ഇവന്റെ കാര്യത്തിൽ അവൾക്ക് സങ്കടവും ദുഃഖവും ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ മരിച്ചുപോയി. എന്നിട്ട് ഇമാം ഗസാലി പറയുന്നു, ഫകാനൽ ഫതാ യദ്കുറുഹാ ബഅദ മൗതിഹാ, ഈ ചെറുപ്പക്കാരൻ അവളുടെ മരണാനന്തരം അവളെ ഓർക്കാറുണ്ടായിരുന്നു. സുമ്മയബ്കി, ഓർക്കുകയും അവളുടെ കാര്യമോർത്ത് ഈ മുത്തഖിയായ യുവാവ് കരയാറുണ്ടായിരുന്നു. ഫയുഖാലു ലഹു, നാട്ടുകാർ ചോദിച്ചു, മിമ്മ ബുക്കാവുക്ക്, എടാ ചങ്ങാതി ഇനി എന്തിനാ നീ കരയുന്നത്? നീ അവളെ നിരാശയാക്കിയിട്ട് അങ്ങനെ അവൾ മരിച്ചു, നിന്നിൽ നിന്ന് ആശ മുറിഞ്ഞു മരിച്ചു, ഇനിയിപ്പൊ കരഞ്ഞിട്ടെന്താ? അവിടെ അദ്ദേഹം പറയുന്ന മറുപടിയിൽ നമുക്ക് പാഠമുണ്ട്. അള്ളാഹുവിന്റെ സൗന്ദര്യം കണ്ട് അള്ളാഹുവിനെ സ്നേഹിച്ച കൂഫയിലെ ആ ആരിഫായ മനുഷ്യൻ, യുവാവായ ആ ചെറുപ്പക്കാരൻ, അദ്ദേഹം നാട്ടുകാരോട് പറഞ്ഞത്, നീ എന്തിനാണ് കരയുന്നത്? നിന്നെ സ്നേഹിച്ചവളെ ഹലാലായ മാർഗത്തിൽ സ്വന്തമാക്കാതെ അവൾ മരിച്ചതിനു ശേഷം അവളെ ഓർത്ത് നീ എന്തിനു കരയണം? നിന്റെ കണ്ണുനീരിന് വിലയില്ല എന്ന് പറഞ്ഞപ്പോ യുവാവ് പറഞ്ഞത്, ഇന്നി ഖദ് ദബഹ്തു തമഅഹാ വജഅൽതു ഖതിയതഹാ സഖീറതൻ ലീ ഇൻദല്ലാഹി തആല. നിങ്ങൾ വിചാരിക്കും പോലെയല്ല ഞാൻ. നിങ്ങളൊക്കെ കരുതി ഞാനിക്കവളോട് വെറുപ്പായിരുന്നു, എനിക്കവളോട് താല്പര്യമുണ്ടായിരുന്നില്ല, എന്റെ മനസ്സിൽ അവളോട് പ്രേമം തോന്നിയിട്ടില്ല എന്നൊക്കെയാണ് നിങ്ങൾ ധരിച്ചതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അവൾക്ക് എന്നോടുള്ളതിലേറെ ശക്തമായ താല്പര്യം, ആഗ്രഹം എനിക്കവളോടുണ്ടായിരുന്നു. പക്ഷേ അവളോടുള്ള ആശയെ ഞാൻ കശാപ്പ് ചെയ്തു, അറവ് നടത്തി, അറുത്തു കളഞ്ഞു. ഉലൂഹിയത്തറുത്തു. ഉലൂഹിയത്തറക്കുന്ന ഉലൂഹിയത്ത് ഒരു പരിഭാവനമായ സ്മരണയും ഒരു പ്രതീകാത്മകമായ ബലിയുമാണ് ഉലൂഹിയത്ത്. ഒരു കന്നുകാലിയെ, ഒരു പശുവിനെ, മൂരിയെ അല്ലെങ്കിൽ ഒരു പോത്തിനെ അറുക്കുന്ന ഒരു ബാഹ്യമായ പ്രകടനം മാത്രമല്ല ഉലൂഹിയത്ത്. ഉലൂഹിയത്തിന്റെ ജീവാത്മാവ് ഈ അറിവാണ്. ഏതറിവ്? അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ നിന്ന്, അവനെ സ്നേഹിക്കുന്നതിൽ നിന്ന് തടസ്സമാകുന്ന എല്ലാറ്റിനെയും കശാപ്പ് ചെയ്യണം ആദ്യം. സെക്കൻഡ്, രണ്ടാമതാണ് പ്രതീകം. പ്രതീകമായിട്ട് ഉരുവിനെ കശാപ്പ് ചെയ്യണം. അപ്പോഴാ ഉലൂഹിയത്ത് ശരിയാകുക. ഇന്നി ഖദ് ദബഹ്തു തമഅഹാ, ആ പെണ്ണിനോട്, സുന്ദരിയായ കുലീനയായ പെണ്ണിനോട് എനിക്കുണ്ടായിരുന്ന ആഗ്രഹത്തെ ഞാൻ ഉലൂഹിയത്തറുത്തു. വജഅൽതു ഖതിയതഹാ, അവളുമായി തന്റെ മനസ്സെന്നോട് പറഞ്ഞിട്ടും എന്റെ മനസ്സിൽ അവളെ കൊതിച്ചിട്ടും ആ താല്പര്യത്തെ ഞാൻ വെട്ടിമുറിച്ചു തകർത്തു കളഞ്ഞു. എന്തിനു വേണ്ടി എന്നറിയോ? സഖീറതൻ ലീ ഇൻദല്ലാഹ്, ഞാൻ ആ ചെയ്ത അമല് അല്ലാഹുവിങ്കൽ എനിക്കൊരു നിക്ഷേപമാകാൻ വേണ്ടി. നമുക്കൊക്കെ നിസ്കാരം, നോൽമ്പും, ഹജ്ജും, ദാനധർമ്മൊക്കെ നിക്ഷേപമായിട്ടുള്ളൂ. ഉമ്മായിരി വല്ല നിക്ഷേപമുണ്ടോ? ഇത്തരം നിക്ഷേപം കൊണ്ട് ദുനിയാവിൽ തന്നെ ആ നിക്ഷേപത്തിന്റെ ലാഭവിഹിതം കിട്ടും. അതല്ലേ ദുആഇന് ഉത്തരം കിട്ടിയ സാധാരണക്കാരനായ മനുഷ്യന്റെ ചരിത്രം ബുഖാരിയിൽ നിന്ന് കഴിഞ്ഞയാഴ്ച ഉദ്ധരിച്ചത്. ഇതാണ് നമ്മുടെ വഴി. ഈ വഴിയിലേക്ക് വരണം. വർത്തമാനകാലത്ത് ഇത്തരം ഉപദേശമാണ് വളരെ അത്യാവശ്യമായിട്ടുള്ളത്. അള്ളാഹു നമുക്ക് ലൈംഗിക വിഷയത്തിൽ അനുവദിക്കപ്പെട്ട മാർഗം പറഞ്ഞു തന്നു, എണ്ണി പറഞ്ഞു. ആ മാർഗം പറഞ്ഞ അള്ളാഹു തുടർന്ന് പറഞ്ഞത്, ഫമനിബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. നമ്മുടെ വികാര ശമനത്തിന് മുഅ്മിനീങ്ങൾക്ക്, ഫിർദൗസിന്റെ അഹ്ലുകാരായ വിശ്വാസികൾക്കുള്ള വഴി പറഞ്ഞു തന്നു. രണ്ട് തരം വഴി പറഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞു, ഫമനിബ്തഗാ വറാഅ ദാലിക, ഇതല്ലാത്ത മാർഗം സ്വീകരിക്കുന്നവർ ഫഉലൈക ഹുമുൽ ആദൂൻ, അവർ അക്രമികളാണ്, പരിധി ലംഘിച്ചവരാണ്. ഈ വറാഅ ദാലിക ഏതൊക്കെയാണ്? വെറും വ്യഭിചാരം മാത്രമല്ല.
പറയുമ്പോ ഒക്കെ പറയണല്ലോ, വ്യഭിചാരം മാത്രല്ല, അതിന്റെ വകഭേദങ്ങളായിട്ട് പല. ഖുർആൻ അങ്ങനെ പറഞ്ഞത് വ്യഭിചാരത്തെ കുറിച്ച് മാത്രല്ല, അനുവദിക്കപ്പെട്ട കാര്യം പറഞ്ഞിട്ട് ഇതിന്റെ അപ്പുറത്തേക്ക് ഏത് വഴിക്ക് പോയാലും അവൻ പരിധി ലംഘിച്ചു, അവൻ അക്രമിയായി. ഈ വറാ ദാലിക, ഖുർആൻ പറഞ്ഞ വറാ ദാലികയിൽ ഒന്നാണ് മുഷ്ടിമൈഥുനം, സ്വയംഭോഗം. നാണം കൊണ്ട് പറയാതിരുന്നാൽ, നാണം കൊണ്ട് ചോദിക്കാതിരുന്നാൽ പരിശുദ്ധ ദീനിന്റെ അള്ളാഹുവിന്റെ നിയമം പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ചോദിക്കൂല ആളുകൾ, നാണം കെട്ട സംഗതിയല്ലേ. ഇത് ചോദിക്കാൻ ഒരാളെടുത്ത് ചെന്നാൽ മിനിമം ഞാൻ ഇതിന്റെ ആളാന്ന് അയാളെങ്കിലും മനസ്സിലാക്കുമല്ലോ. അതുകൊണ്ട് ചോദിക്കൂല ആളുകൾ. ചോദിക്കാതെ പറയുകയാണെങ്കിലോ, ഇങ്ങേർക്കെന്താ ഈ വഷളൻ കാര്യം, കിതാബിൽ എന്തൊക്കെ ഉണ്ട് അതൊക്കെ ഇപ്പൊ പറയാൻ നിന്നാ ബുദ്ധിമുട്ടല്ലേ. അങ്ങനെയല്ല, ഇത് പറയേണ്ട സംഗതിയാണ്. ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഫിഖ്ഹിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വികാരശമനത്തിന് ഒരാൾ അവന്റെ കൈകളെ തന്നെ ഉപയോഗപ്പെടുത്തുന്ന രീതി, അൽ ഇസ്തിംനാഉ ഹറാമുൻ, അത് നിഷിദ്ധമാണ്. എന്താ തെളിവോ ഈ ആയത്തന്നെ. അസ്വാജ് ഔ മാ മലക്കത് ഐമാനുക്കും എന്ന് പറഞ്ഞിട്ട് ഫമനിബ്താ വറാ ദാലിക, അതിന്റെ അപ്പുറത്തേക്ക് ഏത് മാർഗത്തിൽ പോവുകയാണെങ്കിലും അവർ പരിധി വിട്ടവരും അക്രമികളുമാണ് എന്ന ഖുർആനിന്റെ വചനം ഉദ്ധരിച്ച് മഹത്തുക്കളായ ഫുഖഹാ നിയമ പുസ്തകങ്ങളിൽ എഴുതി വെച്ചു. ഹറാമാണ് മുഷ്ടിമൈഥുനം, സ്വയംഭോഗം ഹറാമാണ്. ഇതിലൊരു നേരിയ ഇളവ് പറഞ്ഞത് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ല മാത്രം. ഇമാം അഹ്മദ് ഇബ്നു ഹംബലിന്റെ അഭിപ്രായം ലോകത്ത് പ്രസിദ്ധമാണ്. എന്താണ് ഇമാമിന്റെ അഭിപ്രായം? ഒരാൾ വ്യഭിചാരം ചെയ്യുമെന്നുറപ്പായാൽ, തെറ്റിന്റെ എല്ലാ സാഹചര്യങ്ങളും മുന്നിലൊത്തു വന്നാൽ അനുവദിക്കപ്പെട്ട മാർഗമില്ല. ഒന്നുകിൽ ആള് അവിവാഹിതനാണ്, അല്ലെങ്കിൽ വിവാഹിതനാണെങ്കിലും വിദേശത്താണ്. ഇങ്ങനെ ഹലാലായ മാർഗം അവലംബിക്കാനില്ലാത്ത ഘട്ടത്തിൽ ഇതാ താൻ വ്യഭിചരിക്കാൻ പോകുമെന്നുറപ്പായാൽ ആ വ്യഭിചാരത്തിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടി സ്വയംഭോഗം ആകാവുന്നതാണെന്ന് പറഞ്ഞത് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ മാത്രം. പക്ഷേ അതുതന്നെ പരിധി വിടുകയോ പതിവാക്കുകയോ ചെയ്യരുത് എന്ന നിബന്ധനയോടുകൂടെ. ഇത് വാസ്തവത്തിൽ ഇത് പറയുമ്പോ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇത് അത്ര പ്രബലമായ അഭിപ്രായമല്ല, ഇത് ദുർബലമായ ഒരു ഒറ്റപ്പെട്ട അഭിപ്രായം മാത്രമാണ്. ഏതാ ഈ പ്രധാന അഭിപ്രായം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വഴി ഇതല്ല. അവിവാഹിതരായ യുവാക്കളോട് പറഞ്ഞത്, അല്ലെങ്കിൽ വിവാഹം കഴിച്ച് വിദേശങ്ങളിൽ കഴിയുന്നവരോട് പറഞ്ഞത് വികാരശമനത്തിന് ഈ മാർഗമല്ല. ബുഖാരിയിൽ കാണാലോ, വമല്ലം യസ്തതി, ഒരു ഇണയെ ഹലാലായ നിലയിൽ കൂടെ പൊറുപ്പിക്കാൻ സാധിക്കാത്തവനാണെങ്കിൽ, അല്ലെങ്കിൽ ഇണയില്ലാത്തവനാണെങ്കിൽ ഫഅലൈഹി ബിസ്സൗം ഫഇന്നഹു ലഹു വിജാഅ്, വികാരശമനത്തിനവന് നോമ്പ് പിടിച്ചു കൊള്ളട്ടെ. എങ്കിൽ നേട്ടം രണ്ടാണ്. ഒന്ന്, ഈ വികാരത്തെ തളർത്താം, പ്ലസ് ആഖിറത്തിൽ അല്ലാഹുവിങ്കൽ വണ്ണമായ പ്രതിഫലവും കിട്ടും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഏതായാലും പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, സ്വയംഭോഗമാണെങ്കിലും ഇസ്ലാമിന്റെ നിയമത്തിൽ അത് തെറ്റാണ്. ഹദീസിൽ കാണാം, ഇമാം ബൈഹഖി ഉദ്ധരിച്ച ശുഅബുൽ ഈമാനിൽ ബൈഹഖി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല, അനസ് ഇബ്നു മാലിക് എന്ന സ്വഹാബി പറയുന്നു, യഅ്തിന്നാകിഹു യദഹു യൗമൽ ഖിയാമ, സ്വന്തം കയ്യിനെ നിക്കാഹ് കഴിച്ചവൻ അന്ത്യനാളിൽ വരും. അങ്ങനെ പറയുള്ളൂ. ഭാഷ നന്നാക്കണല്ലോ, ആശയം തിരിഞ്ഞാ മതിയല്ലോ. സ്വന്തം കയ്യിനെ നിക്കാഹ് ചെയ്ത മനുഷ്യൻ അന്ത്യനാളിൽ കടന്നു വരുമ്പോ അവന്റെ കരങ്ങൾ ഗർഭം ധരിച്ച അവസ്ഥയിലായിരിക്കും. മിക്കവാറും ആൾക്കാരൊക്കെ രണ്ട് കയ്യിനും ഗർഭമായിരിക്കും, അല്ലെ? എന്താ പറയുന്നത്? ഇത് സ്വാഭാവികമായി തെറ്റാണ്, ഇതിന് ഹദ്ദില്ല. ഫിഖ്ഹിൽ പറഞ്ഞത് എന്താ? ഇതിന് ഹദ്ദ്, ഇസ്ലാമിക ഭരണകൂടം ഈ കാര്യത്തിന് എറിഞ്ഞു കൊല്ലുകയോ ശിക്ഷയോ ഒന്നുമില്ല. ഇത് നിരുപാധികം മുത്തലഖൻ ഹറാമാണ്. ഇത് നിരന്തരം പതിവാക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷയാണ്. ഖിയാമത്ത് നാളിൽ മഹ്ശറയിലേക്ക് ഈ വിഭാഗം കടന്നു വരുമ്പോ കൈകൾ ഗർഭം ധരിച്ച അവസ്ഥയിലായിരിക്കും എന്ന ഹദീസ് ഇമാം ബൈഹഖി ഉദ്ധരിച്ചതായിട്ട് കാണാം. പിന്നെ മറ്റൊരു വറാ ദാലികയിലെ മറ്റൊന്നാണ്, ഖുർആൻ പറഞ്ഞല്ലോ ഇതിനപ്പുറം എന്ന് പറഞ്ഞ ആ അപ്പുറത്തിലൊന്നാണ് സ്വവർഗരതി.
ആണ് ആണിനെയും പെണ്ണ് പെണ്ണിനെയും പ്രാപിക്കുന്ന രീതി. ഇത് പെരുമ്പാവൂരുണ്ടോ എനിക്കറിയില്ല, നമ്മുടെ നാട്ടിലുണ്ടോ എനിക്കറിയില്ല, ലോകത്തുണ്ടോ ഇഷ്ടം പോലെ ഉണ്ട്. ലോകത്ത് എവിടെയുള്ളത്? പച്ചക്കുണ്ട്. അതിനു വേണ്ടി ഇൻകിലാബ് വിളികൾ നടക്കുന്നുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ അതിന് നിയമാംഗീകാരം നൽകിയിട്ടുണ്ട്. നാളെ കാലത്ത് നമ്മുടെ പെരുമ്പാവൂരും അത് വരാം. അത് വൈറബീതാണ്, വളരെ വിദൂരമൊന്നുമല്ല, അടുത്ത് തന്നെ ഉണ്ട്. മാത്രല്ല ഖുർആനിന്റെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണിത്. ഏത്? സ്വവർഗരതി ഖുർആനിന്റെ ഒരു ചർച്ചാ വിഷയമാണ്. ഇത്തരത്തിലുള്ള ആളുകൾ ലോകത്തുണ്ടായിട്ടുണ്ട്. ഈ ആളുകളെ അള്ളാഹു താക്കീതു നൽകിയത്, താക്കീതു ചെയ്തത്, ഭയപ്പെടുത്തിയത് മുൻകാല ജനതയുടെ ഒരു പതനം വിവരിച്ചുകൊണ്ടാണ്. ഒരു ജനതയുടെ പതനം ഇതുകൊണ്ടായിരുന്നു. ഏതു ജനത? മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത. അവർ സ്വവർഗരതിക്കാരായിരുന്നു. അള്ളാഹു പറഞ്ഞു, ഇദ് ഖാല ലഹും ലൂത്തുൻ അലാ തത്തഖൂൻ. ആ ജനതയെ വിളിച്ചുകൊണ്ട് ലൂത്ത് നബി അലൈഹിസ്സലാം പറഞ്ഞു, അലാ തത്തഖൂൻ, നിങ്ങൾ എന്തേ അല്ലാഹുവിനെ പേടിക്കാത്തത്? എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അത്അതൂന മിനൽ ആലമീൻ. സൂറത്ത് ശുഅറായിൽ കാണാം, അത്അതൂന മിനൽ ആലമീൻ. നിങ്ങളുടെ വികാരശമനത്തിന് വേണ്ടി പുരുഷവർഗമേ, നിങ്ങൾ പുരുഷന്മാരെ തന്നെ സമീപിക്കുകയാണോ? وَتَذَرُونَ مَا خَلَقَ لَكُمْ رَبُّكُمْ مِنْ أَزْوَاجِكُمْ بَلْ أَنْتُمْ قَوْمٌ عَادُونَ. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഉപദേശം എങ്ങനെ ഉപദേശിക്കുന്നത്? നിങ്ങൾ ഈ വൃത്തികെട്ട പണി ചെയ്യാണോ? വതദറൂന മാ ഖലഖ ലക്കും റബ്ബുക്കും മിൻ അസ്വാജിക്കും. അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി പടച്ച സ്ത്രീവർഗത്തെ, നിങ്ങൾ ഇണകളായി പടച്ച സ്ത്രീവർഗത്തെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണോ? ബൽ അൻതും ഖൗമുൻ നാദൂൻ. നിങ്ങൾ വല്ലാത്ത ഒരു വർഗം തന്നെ, വല്ലാത്ത അക്രമികൾ തന്നെ. മര്യാദക്ക് മടങ്ങിക്കോളൂ. ഈ വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റി. ഒരു മെമ്പറേയും ബാക്കി വെക്കാതെ സ്വവർഗരതിക്കാരായ, സ്വവർഗ വിവാഹത്തിന്റെ ആളുകളായ ആളുകളെ ഭൂമിയിൽ നിന്ന് പടച്ച തമ്പുരാൻ തുടച്ചങ്ങട്ട് നീക്കി. ഒരു മെമ്പറും പിന്നെ ഈ സ്വഭാവക്കാർ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. പിറകെ ഇത് ഉണ്ടായി വളർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുമ്പത്തെ ആ ജനത ഉണ്ടല്ലോ, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത. സൗദി അറേബ്യയിലൊക്കെ ഏറ്റവും വലിയ തെറി എന്താ അറിയോ? തെറി യാ ലൂത്തി എന്നാ വിളിക്കുക. ഇത് ഏറ്റവും വലിയ തെറിയാണ്. ആ പ്രവാചകനിലേക്ക് ചേർത്തിയിട്ട ഈ ഏർപ്പാടിന് തന്നെയുള്ള പേര്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, അവരെ ഈ ഭൂലോകത്ത് നിന്ന് തുടച്ചങ്ങട്ട് നീക്കി. ഒരാളുണ്ടായില്ല. പിറകെ ഇത് ഓരോന്നോരോന്നുണ്ടായി, ഇത് വളർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ വർഗം ഉണ്ടല്ലോ, ലൂത്തി വർഗം, അതിനി ഉണ്ടാവും. അതെന്നാ? ഖിയാമത്ത് നാളിന്റെ തലേനാൾ. ഖിയാമത്ത് നാളിന്റെ ചാരത്തെത്തുമ്പോ, ലോകാവസാനം അടുക്കുമ്പോ, മിൻ അശ്റാത്തി സാഅ, അന്ത്യദിനത്തിന്റെ അടുത്തെത്തിക്കഴിഞ്ഞാൽ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ് നികാഹുർ റജുലി അർറജുല വനികാഹുൽ മർഅതി അൽ മർഅ. പുരുഷൻ പുരുഷനെ വേലി കഴിക്കും, പെണ്ണ് പെണ്ണിനെ കെട്ടും. ഇങ്ങനെയുള്ള ഒരു കാലം വരുന്നു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ലൈസ ലിഹാഉലാഇ സ്വലാത്ത് മാ അഖാമു അലാ ദാലിക. ഈ വർഗത്തിന് അവരുടെ നാഥനുമായിട്ടൊരു ബന്ധവും ഉണ്ടാവുകയില്ല. അല്ലാഹുവായിട്ടൊരു ബന്ധമില്ലാത്ത വർഗം അല്ലാഹു നശിപ്പിക്കും അവരെ. എങ്ങനെ ഖുർആൻ വരെ നശിപ്പിച്ചത്? ലൂത്തി വർഗത്തെ എങ്ങനെയാണ് നശിപ്പിച്ചത്? ഒരു വരപ്പേജോളം ഒരു ഭാഗത്തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 1-2 ഭാഗങ്ങളിൽ ഖുർആൻ പിന്നെയും പറയുന്നുണ്ട്. ഇത് ആവർത്തിച്ച് പറയാണ് ഈ ചരിത്രം. ഇതെന്തിനാപ്പ പറയുന്നു? ഇന്നത് പറയണം. ഇന്ന് എന്തിനധികം മുസ്ലിം പൈതൃകവും പാരമ്പര്യവുമുള്ള രാജ്യങ്ങൾ പോലും സ്വവർഗ വിവാഹത്തിനും സ്വവർഗരതിക്കും പെർമിഷൻ കൊടുത്തിരിക്കുകയാണ്. നീണ്ട 8 നൂറ്റാണ്ടുകൾ 800 വർഷം മുസ്ലിങ്ങൾ ഭരിച്ച രാജ്യമാണ് സ്പെയിൻ. ആ വർത്തമാന കാലത്തെ സ്പെയിനിന്റെ അവസ്ഥ എന്താണ്? സ്വവർഗ വിവാഹത്തിന് അനുവാദം നൽകിയിരിക്കുന്നു ആ രാജ്യം. ഇല്ലേ? എത്രയെത്ര രാജ്യങ്ങൾ, കാനഡ, ജർമ്മനി, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ, ബ്രസീൽ, അർജന്റീന, മെക്സിക്കോ, ഡെൻമാർക്ക്, നെതർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ സ്വവർഗ വിവാഹത്തിന് നിയമം വഴി അനുവാദം നൽകിയിരിക്കുകയാണ്.
നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്നവരല്ലേ? മുസ്ലിമീങ്ങളുടെ സംസ്കാരമുള്ള രാജ്യങ്ങൾ പോലും, തുർക്കിയിൽ അതിന് മൗനാനുവാദമുണ്ട്. ആ രാജ്യത്ത് എതിർപ്പില്ല. ആരെങ്കിലും ആണിനെ കെട്ടിയാൽ കോടതി പിടിച്ചോണ്ടോവില്ല, അതിന് ശിക്ഷയും കുറ്റമൊന്നുമില്ല. മൗനാനുവാദമുണ്ട് തുർക്കി. ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോ രാജ്യങ്ങളിലും, എന്തിനാ അമേരിക്കൻ സെനറ്റുകളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ സ്വവർഗ വിവാഹിതരായ ആളുകൾക്ക്, സ്വവർഗ രതിക്കാർക്ക് വേണ്ടി സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിലെ ടെൽ അവീവിൽ വർഷത്തിലൊരിക്കൽ ഈ ഗ്രൂപ്പിന്റെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ സ്വവർഗ വിവാഹത്തിന് വേണ്ടി നിയമയുദ്ധം നടത്തി പലരും, മുറവിളി കൂട്ടി. വിധി വന്നിട്ടില്ല. എന്താ വരിക എന്ന് പറയാൻ പറ്റൂല, കാത്തിരുന്ന് കാണാ. എന്തേ? ഇവിടത്തെ വിധിയിൽ മുസ്ലിമീങ്ങൾ അത്ര വിശ്വസിക്കൊന്നും വേണ്ട. കാരണം വ്യഭിചാരം എന്ന് പറഞ്ഞാൽ നല്ല ഏർപ്പാടാണ്. മാത്രല്ല, സംസ്കാരവും വിദ്യാഭ്യാസവും പക്വതയുമുള്ള ചെറുപ്പക്കാർ കല്യാണം കഴിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ടവൾ കന്യകയാണെന്ന് വിശ്വസിക്കില്ല. ഒരു യുവാവ് പെണ്ണെട്ടിക്കൊണ്ടുവന്നിട്ട് അവളെ കന്യകയെന്ന് വിശ്വസിക്കുന്നവൻ മണ്ടനാണെന്ന് വരെ പറഞ്ഞ ഒരു വൃത്തികെട്ട തെമ്മാടി പെണ്ണൊരു സിനിമാ നടി ഉണ്ട്, കിഷ്ബു എന്ത് എനിക്കറിയില്ല. അങ്ങനെ ഒരു സാധനം. ഈ ഇന്ത്യയുടെ സംസ്കാരത്തിന് കടകവിരുദ്ധമായ ഈ രാഷ്ട്രത്തിനൊരു പൈതൃകവും പാരമ്പര്യവും അഭിമാനവും ഉണ്ട്. ഈ രാജ്യത്തിനും ഈ രാജ്യത്തിന്റെ സംസ്കാരത്തിനും പറ്റാത്ത തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയതുകൊണ്ട് തമിഴ്നാട്ടിലെ സാംസ്കാരിക സംഘടനകൾ കേസ് കൊടുത്തു. 22ഓളം കേസ് ആ നടിക്കെതിരെ സുപ്രീം കോടതിയിൽ ചെന്നു. രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം, ഇന്നലെ പത്രത്തിൽ വന്നു, 22 കേസും തള്ളിക്കൊണ്ട് അവളെ വെറുതെ വിട്ടു. അഭിപ്രായം പറയാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട്. നാളെ കോടതി പറയും പെണ്ണെട്ടിൽ എങ്ങനെ വേണമെന്ന്, ഏത് ജാതി വേണോ, ആണ് വേണോ പെണ്ണ് വേണോ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവനുണ്ട് എന്നാണ് പറഞ്ഞ വിധി വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ പറഞ്ഞു വരുന്നത് ഈ അവസ്ഥയാണ് ലോകത്തുള്ളത്. ഇക്കാലത്ത് ജീവിക്കുന്ന ഞാനും നിങ്ങളും ഇത് കണ്ടില്ല കേട്ടില്ല എന്നൊന്നും മനസ്സിലാക്കണ്ട, ചിന്തിച്ച് മുന്നോട്ട് ജീവിക്കണ്ട. ഇതിൽ ഖുർആനിന്റെ സന്ദേശം എന്താണെന്ന് നാം പഠിക്കണം, പാഠം ഉൾക്കൊള്ളണം. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ആളുകൾ മക്കൾക്ക് വേണ്ടി എന്താ ചെയ്യുന്നത്? ഒന്നുകിൽ ദത്തെടുക്കും, അല്ലെങ്കിൽ വ്യഭിചരിക്കും. ദത്തെടുക്കുന്ന രീതി, ദത്തെടുത്തൊരു അനാഥ കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുന്നതിൽ ഇസ്ലാം വിലക്ക് പറഞ്ഞിട്ടില്ല, നല്ല കാര്യമാണ്. ആരുമില്ലാത്തൊരു കുട്ടിയെ എടുത്ത് വളർത്തിയെടുക്കുന്നത്. പക്ഷെ ദത്തുപുത്രൻ എന്ന് പറയുന്ന സിസ്റ്റം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. വളർത്തുപുത്രൻ എന്ന് പറഞ്ഞ് എവിടെ നിന്നോ കൊണ്ടുവന്ന ഒരു കൊച്ചുകുട്ടിയെ വളർത്തിയത് എന്റെ പിള്ളേന്, അവിടെ എന്റെ ഭാര്യന്റെ അടുത്തിരിക്കുക, അതുപോലെ തന്നെ എന്റെ കുടുംബത്തിലെ അംഗം, അത് പാടില്ല, അത് അന്യനാണ്, അവൻ അന്യനാണ്, അന്യന്റെ ഹുക്കുമാണ്. പക്ഷെ വളർത്തുന്നതിനെ ഇസ്ലാം ഒരിക്കലും എതിർക്കുന്നില്ല. അപ്പൊ ദത്തുപുത്രന്മാരെ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ വ്യഭിചരിച്ചുകൊണ്ട് അവർ വംശപാരമ്പര്യം നിലനിർത്തുന്ന ഈ വെസ്റ്റേൺ കൾച്ചർ ഇന്ത്യയിലേക്കും വന്നുകൊണ്ടിരിക്കുന്നു. നാളെ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഈ സംഭവം ലൂത്തി ഏർപ്പാടുണ്ടെങ്കിലും മറയൊക്കെ പൊളിച്ചുകൊണ്ട് ചിലപ്പോൾ പുറത്തു വന്നേക്കാം. കാരണം എന്താ? ഇന്ന് നാണം മാനെന്ന് പറയുന്ന സാധനം നമുക്കൊക്കെ നശിച്ചുപോയി. എന്താ നമ്മുടെ അവസ്ഥ? ദൈവവിശ്വാസികൾ അല്ലാത്ത നിരീശ്വരവാദികളായ ആളുകൾക്കും ഉണ്ടാകുമല്ലോ ചില ലജ്ജയും അഭിമാനവും ഒക്കെ, അല്ലേ? അതുപോലും പള്ളിയിൽ കയറുന്ന ചില മുസ്ലിമീങ്ങൾക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? കഴിഞ്ഞ 4 ദിവസം മുമ്പ് ഈ പോലീസ് സ്റ്റേഷനിൽ വരെ ഈ വിനീതനൊന്ന് പോകേണ്ടി വന്നു. ഇവിടെ ഈ പള്ളിയുടെ തൊട്ടുള്ള പോലീസ് സ്റ്റേഷൻ. എന്തേ? പള്ളിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ചില സാധനമൊക്കെ മോഷണം പോയി, പലരും മൊബൈൽ ഫോൺ പോയി, പള്ളിയിലെ പ്രവർത്തകരുടെ ഫോണ് സാധനമൊക്കെ പോവുക. അപ്പൊ അതുമായി ഒന്ന് സംസാരിക്കാൻ വേണ്ടി സ്റ്റേഷനിൽ ചെന്ന് പടി കയറിയപ്പോ നല്ല പരിചയമുള്ള, പലപ്പോഴും ജമാഅത്തിന് എത്താറുള്ള ഒരു പരിചയമുള്ള മുഖം സ്റ്റേഷനിൽ ഇരിക്കുന്നുണ്ട് കസേരയിൽ. എന്നെ കണ്ടപ്പോ കൂപ്പുകൈയും സുലൂട്ടും സലാമും 3ഉം പാടെ കൂട്ടിയിട്ടാ. കാരണം മുസ്ലിയാരെ കണ്ടാലും പോലീസ് സ്റ്റേഷനിൽ 3ഉം വേണം നേർക്കും അയാൾ മനസ്സിലാക്കിയത്. സൊല്യൂട്ടും കൂപ്പുകയും സലാമും അടിച്ച് അടുത്ത് വന്നപ്പോൾ മനസ്സിലായി വെളിവ് വെള്ളത്തിൽ ഒലിച്ചു പോയിട്ടുണ്ട് എന്ന് മനസ്സിലായി. വെളിവില്ല ആൾക്ക്. അപ്പൊ എന്തിവിടെ വന്നു അറിയില്ല. ഇവിടെ പോലീസ് പിടിച്ചു കൊണ്ടുവന്നിട്ടതാണ്, എന്താണെന്നറിയില്ല. നീ സാറ് വന്നാലേ അറിയുള്ളൂ, CI സാറ് വന്നാലേ അറിയൂ. അന്നാ അവിടെ ഇരുന്നോ സംസാരിക്കാൻ, SIയോട് സംസാരിക്കാനുള്ളതൊക്കെ സംസാരിച്ച് തിരിച്ച് ഞാൻ പോരുമ്പോ കവാടത്തിങ്കൽ നിൽക്കുന്ന കാവൽക്കാരനായ പോലീസുകാരനോട് ചോദിച്ചു, അല്ല കക്ഷി എന്ത് കുഴപ്പമാണ് ഉണ്ടാക്കിയത് എന്ന് സ്വകാര്യമായിട്ട് ചോദിച്ചു. അത് മൂക്കറ്റം മദ്യപിച്ചിട്ട് പാവപ്പെട്ട ആളുകളെ തല്ലിയ കേസാണ്. മൂക്കറ്റം മദ്യപിച്ചിട്ട് ഒന്നുമില്ല, റോട്ടിലൂടെ പോകുന്ന ആളുകളെ തല്ലി ആരി തൊപ്പിട്ട് പള്ളിയിൽ വരുന്ന, ഈ പള്ളിയിൽ വരാറ് ആ ആളിവിടെ ഉണ്ടായാലും കുഴപ്പമില്ല, അല്ലെങ്കിലും കുഴപ്പമില്ല.
ഇതൊക്കെ നമ്മൾ ഇതൊക്കെ ഇങ്ങനത്തെ ഉള്ള ആളുകളെ ഒറ്റപ്പെടുത്താനും പാഠം പഠിപ്പിക്കാനും അവരെ ആ തിന്മയിൽ നിന്ന് ഏത് വിധത്തിലായാലും വ്യതിചലിപ്പിക്കാനും നമ്മൾക്കാകുന്നത് നമ്മൾ ചെയ്യണം. അതിനാ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരു വ്യക്തിയെ കുറ്റം പറയാനോ ഇകഴ്ത്താനോ താഴ്ത്തിക്കെട്ടാനോ വേണ്ടിയല്ല. ഈ കാവൽക്കാരനായ പോലീസുകാരൻ അയാൾ ചെയ്ത കുറ്റം പറഞ്ഞപ്പോ വേറെ ഒരു പോലീസുകാരൻ വന്നിട്ട് പറയാം, മൗലവി മനസ്സിലാക്കിയ മാതിരിയൊന്നുമല്ല പെരുമ്പാവൂര്. ഇവിടെ ഈ വക കുറ്റവാളികളെ കൊണ്ടുവന്ന് ഞങ്ങള് FIR പേരെഴുതാൻ പേര് ചോദിക്കുമ്പോ പേര് അബ്ദുറഹ്മാനായിരിക്കും, ബാപ്പാന്റെ പേരോ മൊയ്തീൻ. ഇങ്ങനെ ഞങ്ങളിത് രേഖപ്പെടുത്തി കഴിഞ്ഞാല് വാപ്പ ഈ വക ഇടപാട് ചെയ്ത ജാമ്യക്കാരനായിട്ട് എത്തുന്നത് മകനായിരിക്കും. മകനാണ് ഇങ്ങനത്തെ കുറ്റം ചെയ്തതെങ്കിൽ ജാമ്യക്കാരനായിട്ട് വരുന്നത് വാപ്പയായിരിക്കും. ഇങ്ങനെ ഒരു സമ്പ്രദായത്തിൽ ഈ പെരുമ്പാവൂർ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. എന്താ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിലേ ഇങ്ങനെ ഒരു മകൻ ചെയ്തത് വാപ്പാന്റെ ചെവി കേട്ടാ, എനിക്ക് അങ്ങനെ ഒരു മകനില്ലാന്നേ, എന്തെങ്കിലും ചെയ്തു പറയും. ഉള്ളിന്റെ ഉള്ളിൽ പഠിച്ചോനെ എന്റെ കുഞ്ഞ് പെട്ടുപോയല്ലോ. സഹതാപവും വേദനയും സങ്കടവും ഒക്കെ ആ വാപ്പാക്കുണ്ടെങ്കിലും പിടിച്ചോ, കുറ്റം ചെയ്തിട്ടാണോ, എന്നാ നമുക്കെന്നെ ഇറക്കിക്കളയാ. അത് കുറ്റത്തിന് വാപ്പ സഹായിക്കലല്ലേ. ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ നീങ്ങാതിരുന്നാൽ ഈ സമൂഹം എവിടത്തും ഏതെവിടെയാണ് എത്തിച്ചേരുക? നിനക്ക് നാണമില്ലെങ്കിൽ നീ തോന്നിയതുപോലെ പ്രവർത്തിച്ചോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇദാലം തസ്തഹി, നാണുണ്ടോ നിനക്ക്, എന്നാ മര്യാദക്ക് നിൽക്ക. നാണല്ലേ, ഫസ്നഅമാശീത, തോന്നിയതൊക്കെ ചെയ്തോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത് എന്തൊരു ഭാഷയെന്ന് ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വൃത്തികേടുകളിൽ നിന്ന് സമൂഹത്തെ മാറ്റാൻ, മുസ്ലിം സമുദായത്തെ മാറ്റാൻ നമ്മെ കൊണ്ടാകുന്നത് നമ്മൾ ചെയ്യണം. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ പതനം ഖുർആൻ A to Z വിവരിക്കുന്നുണ്ട്. അത് നമുക്ക് പഠിക്കണം. എന്തിനാ പഠിക്കുന്നത്? ലോകം അധികം വൈകാതെ ചിലപ്പോൾ കീഴ്മേൽ മറിയാൻ സാധ്യതയുണ്ട്. ഭൂകമ്പവും ചുഴലിക്കാറ്റും, ഏത് നസ്രാണി പെണ്ണിന്റെ പേരിട്ടുള്ള കാറ്റാണെങ്കിലും ശരി, ഏത് മോഡേൺ നെയിം സ്വീകരിച്ച തിരമാലകളാണെങ്കിലും ശരി, അധികം വൈകാതെ ഈ ഭൂമിയെ പടച്ച തമ്പുരാൻ കീഴ്മേൽ മറിക്കുന്ന കാലം വിദൂരമല്ല എന്ന യാഥാർത്ഥ്യം സത്യവിശ്വാസികൾ അറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വഷളൻ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.